ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിലേക്ക് മറ്റൊരു മനോഹര തീരം കൂടി. തിക്കോടി കടൽ തീരത്ത് നിത്യേന എത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ്. വാഹനമോടിക്കാൻ സൗകര്യമുള്ള ഡ്രൈവ് ഇൻ ബീച്ചിന്റെ പട്ടികയിലേക്ക് തിക്കോടി കടൽ തീരം കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രകൃതി മനോഹരമായ കടൽ തീരങ്ങളുടെ പട്ടികയിലേക്ക് തിക്കോടി കടൽ തീരം കൂടി കടന്നു വന്നിരിക്കുകയാണ്. കൂടാതെ തിക്കോടി കടൽ തീരം ഇപ്പോൾ ഡ്രൈവ് ഇൻ ബീച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. ജില്ലയിൽ വടകര സാൻഡ് ബാഗിൽ മാത്രമാണ് ഡ്രൈവ് ഇൻ ബീച്ച് സൗകര്യമുള്ളത്. ആ പട്ടികയിലേക്ക് തിക്കോടി തീരം കൂടി കടന്നു വരികയാണ്. വിശാലമായ കടൽ തീരവും ഉറച്ച മണലുമാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങകലെ വെള്ളിയാങ്കല്ല് വ്യക്തമല്ലാത്ത രീതിയിൽ ചിലപ്പോൾ കാണാം. ആഘോഷവേളകളിലും ഒഴിവു ദിവസങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് തിക്കോടി തീരം സന്ദർശിക്കാനെത്തുന്നത്. ബൈക്കുകളും കാറുകളും തിരമാലകളിലൂടെ ചീറിപ്പായിക്കുന്നത് കാണുന്നത് പോലും ഹരമാണ്. ആളുകൾ ഏറി വരുന്നതോടെ അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഇവിടെ സന്ദർശിക്കാനെത്തിയ ഒരാൾ തിരമാലകളിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു. കടലിൽ അങ്ങിങ്ങായുള്ള ചെറിയ പാറക്കൂട്ടങ്ങളിലെ വഴുതലും അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ 1-2 ലൈഫ് ഗാർഡുകളെ നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വന്നു നോക്കുമ്പോൾ ഇവിടെ നിറച്ച ആള് തന്നെയാണ്. എപ്പോൾ പെരുന്നാൾ അല്ലാത്ത ദിവസം വന്നാലും പെരുന്നാൾ പോലെ തന്നെ വാഹനം ഇഷ്ടം പോലെ, വാഹനവും ബൈക്കും തന്നെ പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പിന്നെ അവരൊരു കാഴ്ച ഉണ്ടാവും കാണാൻ. നാളെ ആൾ വന്നപ്പോൾ മോക്ക് പേരച്ചൂട്ട് നേരിട്ടൊരു പെൺകുട്ടി പറക്കുന്ന ഞങ്ങളെ അടുത്തുനിന്ന് പറന്ന് ഇങ്ങനെ പോകുന്നത് കണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താ ഇപ്പം ആൾക്കാർ ഇങ്ങനെ വർദ്ധിച്ച് വരിക. മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ആളില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ കൂടി വരിക ആൾക്കാർ കൂടി വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ഇതില്ല, കൂടുതൽ ആളുണ്ടാകുമ്പോൾ ആൾ പോയാൽ അറിയില്ല. അങ്ങനെ കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കുട്ടിയെ കാണാതായി. ആ കുട്ടി മരിച്ച് 10-24 വയസ്സായിരുന്ന കുട്ടിയായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം പേടിയാണ്. ഇപ്പം ആൾ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടുത്ത കാലത്ത് പ്രസിദ്ധമായ തിക്കോടി കടൽ തീരം പെട്ടെന്ന് തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്.